നാളെ നടക്കുന്ന IPL രണ്ടാം മത്സരം മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് എൽ ക്ലാസിക്കോ പോരാട്ടമാണ്. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം. ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. IPL-ൽ നാളെ എൽ ക്ലാസിക്കോ പോരാട്ടമാണ്. ആ പോരാട്ടം നടക്കുന്ന ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ എൻ്റെ പിന്നിൽ ഈ താരങ്ങളൊക്കെയും ഇപ്പോൾ പരിശീലനം നടത്തുകയാണ്. അവസാന വട്ട പരിശീലനത്തിലാണ്. കാരണം ചെന്നൈ മുംബൈയെ നേരിടുമ്പോൾ ആ മത്സരത്തിൻ്റെ വീറും വാശിയും വളരെ വലുതാണ്. ഒരു ടീമുകൾക്കും ഇരുഭാഗങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു പോരാട്ടത്തിനാണ് ചെപ്പോക്ക് സാക്ഷിയാകാൻ പോകുന്നത്. അതും ആദ്യ മത്സരത്തിലാണ് ഈ പ്രധാനപ്പെട്ട രണ്ട് ടീമുകൾ, ഏറ്റവും കൂടുതൽ ആരാധകരുള്ള, ആരവമുള്ള, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട താരങ്ങളുള്ള രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുന്നത്. ഒരു വശത്ത് ധോണിയുണ്ട്, ഋതുരാജ് ഗേക്വാദ് ഉണ്ട്, അശ്വിനുണ്ട്, ഒപ്പം തന്നെ ജഡേജയുണ്ട്. അങ്ങനെ പല പല പ്രധാനപ്പെട്ട താരങ്ങൾ. ഇപ്പുറത്ത് നോക്കുകയാണെങ്കിൽ ഒരു മിനി ഇന്ത്യൻ സംഘം പോലെ രോഹിത് ശർമ്മയുണ്ട്, സ്കൈയുണ്ട്, സൂര്യകുമാർ യാദവ് ഉണ്ട്, ഹർദിക് പാണ്ഡ്യ ഉണ്ട്, തിലക് വർമ്മയുണ്ട്. അങ്ങനെ മികച്ച ഒരു പിടി താരങ്ങളുമായി രണ്ട് സംഘങ്ങൾ IPL-ൽ ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ആ പോരാട്ടം വലിയ വീറും വാശിയുമുള്ളതാകും. എന്തായാലും അല്പസമയം മുൻപ് രണ്ട് ടീമുകളുടെയും ക്യാപ്റ്റന്മാർ മാധ്യമങ്ങളെ കണ്ടിരുന്നു. നാളെ ഹർദിക് പാണ്ഡ്യ കുറഞ്ഞ ഓവർ നിരക്കിൻ്റെ പേരിൽ അദ്ദേഹത്തിന് നാളത്തെ മത്സരം കളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സൂര്യകുമാർ യാദവാണ് മുംബൈയെ നേരിടുന്നത്. അദ്ദേഹം തങ്ങളുടെ ടീമിൽ വളരെ മികച്ച സ്പിന്നിനെ നേരിടുന്ന താരങ്ങളുണ്ട്. ചെപ്പോക്കിലെ സ്പിൻ വിക്കറ്റിൽ തങ്ങൾക്ക് പതറില്ല എന്ന് ആത്മവിശ്വാസത്തോടെ പറയുകയാണ്. We are very excited and playing the first game with CSK. I'm sure it will be a great game and a lot of excitement. So really looking forward to it. പിന്നാലെ എത്തിയ ഋതുരാജ് ഗേക്വാദും വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. അദ്ദേഹം ധോണിയെക്കുറിച്ചൊക്കെ ഒരുപാട് സംസാരിക്കുകയുണ്ടായി. Definitely it inspires a lot of us, including myself, including everyone from the group. So whatever he's doing at the age of 43, I think is remarkable. It's really commendable. എന്തായാലും നാളെ രാവിലെ മുതൽ ചെപ്പോക്കിൽ ആരാധകരിങ്ങനെ എത്തി തുടങ്ങും. അത് കൂടുതലും CSK ആരാധകരായിരിക്കും. മുംബൈ ഇന്ത്യൻസിന് ഈ ആരാധകരെ കൂടി നേരിടേണ്ട ഒരു വലിയ പ്രതിസന്ധിയുണ്ട്. എന്തായാലും ഒരു ഭാഗത്ത് രോഹിത് ഉണ്ട്, മറുഭാഗത്ത് ധോണിയുണ്ട്. ധോണിയെ ഏതാണ്ട് 11 മാസത്തിന് ശേഷം ഒന്നുകൂടി കളത്തിൽ കാണാൻ കഴിയുന്ന അവസരമാണ് താരങ്ങൾക്കുള്ളത്. വളരെ മികച്ച ഒരു മത്സരം നമുക്ക് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപ്പെട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ.